പ്രവർത്തകർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മാന്യ സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പഠിപ്പിച്ച എന്തെല്ലാം വിശ്വാസങ്ങളുണ്ടോ, എന്തെല്ലാം ആചാരങ്ങളുണ്ടോ, അവരുടെ ശിഷ്യന്മാരായ താബിഈ കൂട്ടായ്മയോടെ ലോകത്തിന് കൈമാറിയ കാര്യം ഇരിക്കുന്നതിന് മുമ്പ് എല്ലാവരും മുന്നോട്ട് നോക്കിയിട്ട് മുന്നോട്ട് താഴോട്ട് നോക്കണം. എന്നിട്ട് വല്ല കസേരയും മുന്നിലുണ്ടെങ്കിൽ മുന്നിൽ കയറിയിരിക്കണം. കസേര മുന്നിലില്ല എന്ന് ഉറച്ചാൽ ഇരിക്കാവുന്നതാണ്. ദൂരെ തന്നെ ഇട്ടാൽ മതി. അല്ലാഹു തആല നമുക്കൊക്കെ ആവശ്യമുള്ള വെള്ളം നൽകട്ടെ, ആവശ്യമായ മഴ നൽകട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും, നമ്മളൊക്കെ നിസ്കരിക്കേണ്ടവർ തന്നെയാണ്. പക്ഷെ ഞാൻ മഗ്രിബിന്റെ കൂടെ ഇശാവും കൂടി നിസ്കരിച്ചവനാണ്, ജമാഅത്ത് നിസ്കരിച്ചതാണ്. അവിടെ നമ്മുടെ ഈ പരിപാടി നടക്കുന്നതുകൊണ്ട് പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും നിസ്കരിക്കുമെന്ന നിയ്യത്തോടുകൂടിയാണ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി മാത്രം ആയിരിക്കണം. അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി മാത്രം. ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, പ്രവർത്തനം അല്ലാഹുവിൽ തനിപ്പിക്കണം. അവർക്ക് വലയം ചെയ്തുകൊണ്ട് സംരക്ഷണത്തിന് നൽകുന്നതാണെന്ന് പറഞ്ഞു. മുസ്ലിം കൂട്ടായ്മ മുറുകെ പിടിക്കണം. ഈ മുസ്ലിം കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താണ്? അതിന് പൂർവകാല പണ്ഡിതന്മാർ പറഞ്ഞ പേരാണല്ല. ഞാൻ പണ്ഡിതന്മാര് പറഞ്ഞ വിഷയങ്ങൾ മഹാന്മാരായ ഗുരുനാഥന്മാര് മുഖേന നമുക്ക് കൈമാറി കിട്ടിയത് വിതരണം ചെയ്യുന്ന ഒരു ചെറിയ വിതരണക്കാരൻ മാത്രമാണ്. പണ്ഡിതന്മാരെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദീസുകളും മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതവും അവര് പറഞ്ഞ നിയമങ്ങളും അവർ തീരുമാനിച്ച തീരുമാനങ്ങളും ആ 3 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ പെരുന്നാളും നോമ്പുമൊക്കെ ആചരിക്കേണ്ടത് എന്ന് പറഞ്ഞ കക്ഷികൾ പോരാ, സംഘടിപ്പിച്ചത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണോ നിസ്കരിച്ച് കണ്ട് മനസ്സിലാക്കിയത് അതേ എണ്ണമാണ് സഹാബത്ത് നിസ്കരിച്ചത്. അതുകൊണ്ടാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിലും ഒരു ഇമാമിനും 20ൽ കുറഞ്ഞ തറാവീഹുണ്ട് എന്ന വാദം ഇല്ലാതെയായത്. ഒരു ഇമാമിനും 20ൽ കുറഞ്ഞൊരു തറാവീഹുണ്ടെന്ന വാദം ഇല്ല. അതിന്റെ കാരണം സഹാബികൾ ഒന്നടങ്കം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് മുസ്ലിം കൂട്ടായ്മയാണ്. മുസ്ലിം കൂട്ടായ്മക്കെതിരെ ചിന്തിക്കാനേ പാടില്ല. അത് മുറുകെ പിടിക്കണം എന്നത് മുസ്ലിമീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. അതുകൊണ്ടാണ് ഇന്നും മക്കയിലും മദീനയിലും പരിശുദ്ധ റമദാനിൽ 20 റക്അത്ത് തറാവീഹ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ 20 റക്അത്ത് തറാവീഹ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസമാണ് ജമാഅത്തായി നിസ്കരിച്ചിരുന്നത്. പിന്നീട് അവിടുന്ന് നിസ്കരിച്ചിരുന്നില്ല. അത് വീണ്ടും ജമാഅത്തായി 30 ദിവസവും ജമാഅത്തായി സംഘടിപ്പിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം ചെയ്ത വ്യക്തിയാണെന്നും പിഴച്ചുപോയ ആളാണെന്നും റാഫിളത്ത് എന്ന് പറയുന്ന പുത്തനാശയക്കാർ വാദിച്ചു. അതുകൊണ്ടാണ് ഇമാം സർഖസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹനഫി മദ്ഹബിലെ മഹത്തായ ഗ്രന്ഥത്തിൽ റാഫിളത്തിനെ ശപിച്ചതായി കാണാം. തറാവീഹിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്താണ് മഹാനവറുകൾ ശപിച്ചിട്ടുള്ളത്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് ചെയ്ത മുബ്തദിഅഹും പിഴച്ച ആളുമായി റാഫിളത്ത് പ്രചരിപ്പിച്ചതാണ് ഇമാമിങ്ങളെ ചൊടിപ്പിച്ചത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ റാഫിളത്തിനെ അതാ പല പണ്ഡിതന്മാരും അതാ ശപിച്ചതായി കാണാം. എന്തുകൊണ്ട്? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ, ഈ മതകാര്യത്തിൽ വല്ലവനും പുത്തനാശയക്കാരനായാൽ
നബിയും സഹാബത്തും മഹാന്മാരും പഠിപ്പിച്ച ആശയത്തിനപ്പുറം ഒരു പുതിയ ആശയക്കാരനായാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, വൽ മലായിക, മലക്കുകളുടെ ലഅനത്തുണ്ട്, വന്നാസി അജ്മഈൻ, എല്ലാ നല്ല മനുഷ്യരുടെയും ലഅനത്തുണ്ട്, ശാപമുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മൻ ഹദ്ദസ ഔ ആവാ മുഹദ്ദിസൻ, വല്ലവനും പുത്തനാശയക്കാരനായാൽ അല്ലെങ്കിൽ പുത്തനാശയക്കാരന് ഒത്താശ ചെയ്ത് അവന് അഭയം നൽകുകയും അവനെ കൂട്ടിപ്പിടിക്കുകയും അവന് സഹായം നൽകുകയും അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ ഈ രണ്ട് കക്ഷികൾക്കും അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവ്വ നല്ല ജനങ്ങളുടെയും ലഅനത്തുണ്ടെന്ന് ഇമാം ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, അത്തരക്കാരുടെ ഒരു ഫർളും ഒരു സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ ഹജ്ജും നോമ്പും നിസ്കാരവും സദഖയും ധർമ്മവും ഖുർആനോത്തും സ്വലാത്തും ദിക്റും യാതൊന്നും അല്ലാഹു സ്വീകരിക്കൂല. സ്വീകരിക്കണമെങ്കിൽ അവൻ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരണം, ഇല്ലെങ്കിൽ ഒന്നും സ്വീകരിക്കൂല. മഹാനായ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ആവർത്തിച്ചു പറഞ്ഞ ഹദീസാണ്. ഈ ഹദീസ് പഠിച്ച പണ്ഡിതന്മാരാണ് ഇമാം സർഖസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബത്ത് ഒന്നടങ്കം നടപ്പാക്കിയ 20 റകഅത്ത് തറാവീഹിന്റെ ഒറ്റ ജമാഅത്ത് മുസ്ലിം കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയെ ചോദ്യം ചെയ്ത് ഉമർ ഇബ്നുൽ ഖത്താബ് പഴിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ ഇമാം സർഖസി റാഫിളത്തിനെ ശപിച്ചു. സുഹൃത്തുക്കളെ, ഇതേപോലെ നിങ്ങൾക്ക് കാണാം റാഫിളത്തിന്റെ ഒരു വാദം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഴിച്ചുപോയി എന്നാണ്. അതിനവർ പറഞ്ഞ കാരണം എന്താണ്? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ മുസ്ലിം ഉമ്മത്തിന് ഓതിക്കേൽപ്പിച്ച് പഠിപ്പിച്ചു. അത് മഹാന്മാരായ സഹാബത്ത് മനഃപ്പാഠമാക്കി, മുഴുവനും മനഃപ്പാഠമാക്കിയവരുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട ഒരാളാണ്. പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനഃപ്പാഠമാണ്. അങ്ങനെ മനഃപ്പാഠമായ ധാരാളം സഹാബികൾ ഉണ്ട്. ആ സഹാബികൾ പരിശുദ്ധ ഖുർആൻ എഴുതി വെച്ചിട്ടും ഉണ്ട്. പക്ഷേ ഒന്നിച്ച് ആദ്യം മുതൽ അവസാനം വരെ ഇന്ന് നമ്മുടെ കൈവശത്തിലുള്ളതുപോലെ 30 ജുസും ഒന്നിച്ച് എഴുതി വെച്ചിട്ടില്ല. എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് അല്പാൽപമായിട്ടാണ് എഴുതി വെച്ചത്. ആ എഴുതി വെച്ചത് പോരാ, നമുക്ക് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്നിച്ച് എഴുതി വെക്കണം എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പിൽക്കാലത്ത് ഖിയാമത്ത് നാൾ വരെ ഒരു മുസ്ലിമിനും സംശയമില്ലാതിരിക്കാൻ ഒരു ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യമായിരുന്നു, കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല ഉമർ ഇബ്നുൽ ഖത്താബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ചെയ്യും എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഈ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം അന്ത്യനാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു, ഇന്ന ഹാദാ ലവല്ലാഹി ഖൈർ, നിശ്ചയമായും വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ഇത് വളരെ നല്ല കാര്യമാണ്. നല്ല കാര്യം ചെയ്യണം എന്ന് ഖുർആനും ഹദീസും നമ്മളെ ധാരാളമായി പഠിപ്പിച്ചിട്ടുണ്ട്. വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ നല്ലത് ചെയ്യണം, നിങ്ങൾ വിജയിക്കുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യം ചെയ്യണം. അങ്ങനെ വരുമ്പോ ഇത് നല്ലതാണോ അല്ലേ എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ടതില്ല. ഇതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം. അത് 100% ശരിയാണെന്നതുകൊണ്ട് തന്നെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു, മുഴുവൻ സഹാബത്തും അംഗീകരിച്ചു. പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടയുടെ ഉള്ളിലായി അവർ എഴുതി വെക്കുകയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കോപ്പികൾ പകർത്തി എഴുതി ഓരോ നാട്ടിലേക്കും ഓരോ കോപ്പികൾ കൊടുത്തയക്കുകയും ചെയ്തു. സഹോദരന്മാരെ,
അതിന്റെ ശേഷം ധാരാളമായി ഖുർആൻ എഴുതുകയും അച്ചടിക്കുകയും ചെയ്ത് ഇന്ന് നമ്മുടെ വീടുകളിലെല്ലാം ധാരാളം മുസ്ഹഫ് ഇരിക്കുകയാണ്. മുസ്ഹഫില്ലാത്ത ഒരു മുസ്ലിമിന്റെ വീടും ഉണ്ടാവില്ല. സിറാജുൽ ഹുദയുടെ കീഴിലുള്ള ഒരു കോളേജിൽ ഒരു ദിവസം ഒരാള് പരിശോധനക്ക് വന്നു. അയാൾ നോക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ മുസ്ലിം കുട്ടികൾ മാത്രമാണോ എന്നാ നോക്കുന്നത്. നമുക്കങ്ങനെ വർഗീയതയൊന്നുമില്ല. നമ്മുടെ സ്ഥാപനങ്ങളിൽ കോളേജിലും സ്കൂളിലൊക്കെ മുസ്ലിം കുട്ടികൾ മാത്രമല്ല, എല്ലാ കുട്ടികളും പഠിക്കും. അതേ സമയത്ത് നമ്മളെ ദർസിൽ മുസ്ലിം കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അത് ദർസാണ്, അത് മതപഠനമാണ്, അവിടെ വേറെ മതക്കാര് പഠിക്കൂല. അതുപോലെ നമ്മള് മദ്രസയിൽ മുസ്ലിമീങ്ങൾ മാത്രമേ പഠിപ്പിക്കുള്ളൂ. സ്കൂളിൽ മുസ്ലിമീങ്ങളും അല്ലാത്തവരൊക്കെ പഠിപ്പിക്കും. കാരണം പരിശുദ്ധ ഖുർആൻ ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ, ഒരാളെ കൂലിക്ക് നിർത്തുമ്പോ ജോലിക്ക് നിർത്തുമ്പോ വിശ്വസ്തനായിരിക്കണം, യോഗ്യതയുള്ള ആളായിരിക്കണം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് യോഗ്യത ഉണ്ടോ അതുപോലെ വിശ്വസ്തനാണോ, ഈ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വർഗീയത പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അവിടെ കുട്ടികൾ മുസ്ലിം കുട്ടികളും മുസ്ലിം കുട്ടികൾക്കുണ്ട്. പക്ഷെ ഈ വന്ന ഉദ്യോഗസ്ഥൻ അത് പരിശോധിക്കാൻ വേണ്ടി ചെയ്തതെന്നറിയോ, കുട്ടികളോട് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവരും എഴുന്നേറ്റ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഖുർആന് വീട്ടിലുള്ള എല്ലാ കുട്ടികളും ഇരിക്കണോന്ന്. അയാൾ ഖുർആനാണ് പറഞ്ഞത്, ഖുർആന് വീട്ടിലുള്ള എല്ലാവരും ഇരിക്കണമെന്ന്. അപ്പൊ കുറെ കുട്ടികൾ ഇരുന്നു, കുറെ കുട്ടികൾ നിന്നു. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇവിടെ മുസ്ലിം കുട്ടികളുണ്ട്, അമുസ്ലിം കുട്ടികളുണ്ട്. കാരണം ഏതാൾക്കും അറിയുന്ന ഒരു വിഷയമാണ്, എല്ലാ മുസ്ലിമിന്റെ വീട്ടിലും മുസ്ഹഫ് ഉണ്ടാവും. ഈ മുസ്ഹഫൊക്കെ ഉണ്ടായതിന്റെ അടിസ്ഥാനം തുടക്കം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എഴുതി വെക്കാൻ ഓർഡർ ചെയ്യുകയും അങ്ങനെ സഹാബികൾ എഴുതി വെക്കുകയും ചെയ്തതാണ്. പക്ഷേ റാഫിളത്ത് എന്ന് പറയുന്ന മുസ്ലിം കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയ കക്ഷികൾ അവര് വാദിച്ചു അബൂബക്കറിന് സിദ്ദീഖ് പിഴച്ചുപോയി. ഇങ്ങോട്ടും എന്താണ് ഇതിന് കാരണം പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം ചെയ്തതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങൾ ശരിക്കും ആലോചിക്കാം. നിങ്ങളെ ഇവിടെയൊക്കെ അൽഹംദുലില്ലാഹ് എല്ലാ പള്ളികളിലും എല്ലാ ജമാഅത്തുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിലും മാസത്തിലും ഗംഭീരമായി ജന്മദിനാഘോഷ പരിപാടി നടക്കുന്ന ജമാഅത്തുകളാണ്. ഈ ജമാഅത്ത് പ്രത്യേകിച്ചും അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന നല്ല ബറക്കത്തുള്ളൊരു ജമാഅത്താണ് ഇവിടുത്തെ ജമാഅത്ത്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ അതേ നിലക്ക് നിലനിർത്തി പെരുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ നിങ്ങൾക്ക് കാണാം ചിലപ്പോ നമ്മൾ നല്ല ബിരിയാണി വെക്കുകയാണ് നബിദിനത്തിന്, അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുക, കുട്ടികൾക്കൊക്കെ കൊടുത്ത് കുട്ടികളൊന്ന് സന്തോഷിപ്പിക്കണം, അതുപോലെ എല്ലാ ജനങ്ങളെയും സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ ബിരിയാണി വെക്കുക. കാരണം അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് സ്വർഗം തയ്യാർ. ചില ഹോട്ടലിന്റെ മുമ്പിൽ ഊൺ തയ്യാർ, ബിരിയാണി തയ്യാർ എന്നതിന്റെ അർത്ഥം വേഗം വന്നോളീന. അതേപോലെ അല്ലാഹു പറയാണ് സ്വർഗം തയ്യാർ. പക്ഷെ ആർക്കെന്നാ പറഞ്ഞത്? വാഴൂരിനെല്ലാം മുസ്ലിംമാർക്കൊന്നല്ല പറഞ്ഞത്. ഞാൻ വാഴൂരിന മുസ്ലിയാരാ, വാഴൂരിന മുസ്ലിംമാർക്കൊക്കെ സ്വർഗം എന്നല്ല പറഞ്ഞത്. അല്ലെ എല്ലാ മുസ്ലിമീർക്കും സ്വർഗം, അങ്ങനെയല്ല പറഞ്ഞത്. അല്ലാഹു പറഞ്ഞത് ലിൽ മുത്തഖീൻ. അല്ലാഹു തആല കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അല്ലാഹു വിരോധിച്ചതൊഴിക്കുകയും അഹങ്കാരം, അസൂയ, വിദ്വേഷം, വൈരാഗ്യം ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും മനസ്സിന് പിടികൂടാതെയും അല്ലാഹുവിന്റെ മാർഗത്തിൽ സാലിഹീങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന മുത്തഖീങ്ങൾ, ഇമാമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന മുത്തഖീങ്ങൾ. കണ്ടില്ലേ സൂറത്തുൽ ഫുർഖാനിൽ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മഹാന്മാരുടെ പ്രാർത്ഥന അല്ലാഹു എടുത്തുദ്ധരിക്കുകയാണ്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മുത്തഖീങ്ങൾക്ക് ഇമാമുകൾ വേണം, ഇമാമീങ്ങളെ പിന്തുടരുന്നവരാണ് മുത്തഖീങ്ങൾ.
അങ്ങനെയുള്ള ഇമാമിങ്ങളുടെ ലിസ്റ്റിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കൾ പ്രാർത്ഥിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ ഇമാമിങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന മുത്തഖീങ്ങൾ, ആ ഇമാമിങ്ങളും മുത്തഖീങ്ങളാണ്, അവരെ പിന്തുടരുന്നവരും മുത്തഖീങ്ങളാണ്. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് തയ്യാർ സ്വർഗം. ആ മുത്തഖീങ്ങളുടെ ലക്ഷണം ഖുർആൻ പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണവർ. അതേ, മകന്റെ കല്യാണത്തിന് ബിരിയാണി വെച്ച് വിളമ്പുന്നു, മകളെ കല്യാണത്തിന് ഭക്ഷണം കൊടുക്കുന്നു, പുതിയ വീട് നിർമ്മിച്ചവിടെ താമസിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നു. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുകയാണ്. മകൻ ജനിച്ചാൽ 2 ആട്ടിനെ അറുത്തിട്ട് അഖീഖത്തറുത്ത് കൊടുക്കുന്നു, സന്തോഷമാണ്. ഒരാട്ടിനെ അറുത്താലും മതി, പക്ഷേ വയസ്സ് 2 വേണം. അതൊന്ന് അബൂ മൻസൂരിൽ മാതുരീദി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് കാലത്തുള്ള പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങളിൽ കാണാം, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസരംഗത്ത് ഈ 2 പണ്ഡിതന്മാരെ പരിഗണിച്ച് അവലംബിച്ച് നീങ്ങുന്നവരാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരെഴുതിയത് കാണാം. വ്യത്യാസമില്ല, അവർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. എന്താ പറഞ്ഞത്? അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ തള്ളുമ്പല്ലേ അഭിപ്രായ വ്യത്യാസം അല്ലേ? വീക്ഷണ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ട് ഇപ്പൊ ഇലക്ഷൻ എടുത്ത സുബ്ഹാനല്ലാഹ്, വരുന്ന ബൈക്കെല്ലാം സ്ഥാനാർത്ഥികളാ. എല്ലാ എങ്ങനെയാണ് സ്റ്റേജ് മുഖം, സ്റ്റേജ് മുന്നിൽ സ്ഥാനാർത്ഥി, എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥി. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു വരുന്നത് ഇലക്ഷൻ എടുത്ത സമയം സുബ്ഹാനല്ലാഹ്, അവർ രാത്രി 10 തന്നെ പുറപ്പെട്ടു. രാത്രി 10 കഴിഞ്ഞ് കുറഞ്ഞ സമയം അവിടെ നിന്ന് അവര് പുറപ്പെട്ടു. അതേ സമയത്ത് അപ്പൊ തന്നെ എല്ലാവരും പുറപ്പെടണമെന്നല്ല, ഏറ്റവും നല്ലത് രാവിലെ സുബ്ഹിയൊക്കെ കഴിഞ്ഞ് പുറപ്പെടുന്നതാണ്. ഹനഫി മദ്ഹബിൽ അപ്പോഴേ പുറപ്പെടാൻ പറ്റുള്ളൂ, അതിന്റെ മുമ്പ് ഒന്നും പരിപാടി പറ്റൂല. അപ്പൊ എന്തായിന്നറിയോ, ലക്ഷക്കണക്കിന് ആളുകൾ ഡിവൈഡായി. എല്ലാവരും ഒന്നിച്ചു വന്നാൽ വലിയ തിരക്കാവും. എല്ലാവരും ഒന്നിച്ചു വന്നാൽ ചിലപ്പം ഒരുപാട് ആൾ മരിക്കും. അതിന് അല്ലാഹു തആല ഇതൊരു അനുഗ്രഹ. ഒരു മദ്ഹബിൽ കുറച്ച് നേരത്തെ പോരാ, ഒരു മദ്ഹബിൽ കുറെ നേരത്തെ വന്നൂടാ. അപ്പൊ എന്തായി, ഹജ്ജിൽ വന്ന മുസ്ലിമീങ്ങൾ ഡിവൈഡായി. ഇങ്ങനെ അല്ലാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ് സഹോദരന്മാരെ, വ്യത്യസ്ത മദ്ഹബുകൾ അല്ലാഹു തആല തന്നു. ആ വ്യത്യസ്ത മദ്ഹബുകൾ നമുക്ക് അനുഗ്രഹമായി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ മഹത്തായ അനുഗ്രഹമായതുകൊണ്ട് തന്നെ ഈ ഇമാമിങ്ങളെയെല്ലാം മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. വമുദ്ദഇൽ ഇജ്തിഹാദി ലിഹാദൽ അഹദി മർദൂദുൻ അലാ അഖദിഹി മഹ്ജൂറുൻ തഖ്ലീദുഹു വഖദ് സാറ അഹ്ലുൽ ഇസ്ലാമിൽ യൗമ അലാ തഖ്ലീദി ഹൗലാഇൽ അയിമ്മത്തി. 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകചരിത്രകാരനും പണ്ഡിതനുമായ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തി വെച്ചു. മുഖദ്ദിമ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലിത് കാണൂല്ലോ. അതേസമയത്ത് മൂലഗ്രന്ഥത്തിൽ ഞാൻ പറഞ്ഞു കാണും. അത് ഈ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച് കാണൂല. കാരണം അതേതോ പുത്തനാശയക്കാരനായ മൗലവി എഴുതിയ പരിഭാഷയാ. പുത്തനാശയക്കാരെ വിശ്വസിക്കരുത്. ഒരു പരിഭാഷ എഴുതിയാലും അവിടെ അവരെ വകയിൽ കുറക്കും കൂട്ടും. പുത്തനാശയക്കാർ ക്ലിപ്പ് കേൾപ്പിച്ചാലും വിശ്വസിക്കരുത്. ഇപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് ക്ലിപ്പ് കേൾപ്പിക്കും. അതിന്റെ അങ്ങേപ്പുറം തട്ടിയിട്ടുണ്ടാവും, ഇങ്ങേപ്പുറവും തട്ടിയിട്ടുണ്ടാവും. അപ്പൊ പേരോട് പറഞ്ഞല്ലേ നിങ്ങൾ വിചാരിക്കരുത്. പേരോടെന്താ പറഞ്ഞത് പേരോടിനോട് ചോദിക്കണം. നേരെ മറിച്ച് വേറൊരുത്തന്റെ ക്ലിപ്പ് കേട്ട് വിശ്വസിക്കരുത്. കാരണം അല്ലാഹുവിനെ ഭയപ്പെടാത്തവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇബ്നു ഖൽദൂൻ റളിയല്ലാഹുവിന്റെ മുഖദ്ദിമയിൽ കാണാം, ഇമാമീങ്ങളെ പിന്തുടരുന്നതിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കം ഇല്ല. ഒരു പുതിയ ഒരാള് ഞാൻ ഖുർആനും സുന്നത്തും നോക്കി മതം പറയുമെന്ന് വന്ന് പറഞ്ഞാൽ അവനെ വന്ന കാലിന്റെ മേലെ തിരിച്ചേക്കണം.
വന്ന കാലിന്റെ മേലെ തിരിച്ചേക്കണം. മർദൂദുൻ അലാ അഖബിഹി എന്നാ പറഞ്ഞു. വന്ന കാലിന്റെ മുകളിൽ തിരിച്ചേക്കണം. കാരണം നമ്മൾ തീവ്രവാദികളല്ല, കാല് വെട്ടിയിട്ടില്ല. തീവ്രവാദം പാടില്ല, ഭീകരവാദം പാടില്ല, നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ആശയം. അതുകൊണ്ടാണ് നമ്മളെ കൂട്ടത്തിൽ ഒരൊറ്റ തീവ്രവാദിയും ഇല്ലാത്തത്. ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ അവൻ സുന്നത്തി ജമാഅത്തിന്റെ സംഘടനയിൽ മെമ്പറാകാൻ പറ്റൂല, മെമ്പർഷിപ്പ് കൊടുക്കൂല, കൊടുത്ത മെമ്പർഷിപ്പ് തിരിച്ചു പോകും. കാരണം തീവ്രവാദം പറ്റൂല. വന്ന കാലം തിരിച്ചേക്കണമെന്ന് പറഞ്ഞു. മർദൂദുൻ അലാ ഖബിഹി, മർദൂദുൻ അലാ ഖബിഹി മഹ്ജൂറുൻ തഖലീദുഹു, അവനെ സ്വീകരിക്കാൻ പാടില്ല. കാരണം മുസ്ലിം കൂട്ടായ്മയാണ്. വഖദ് സാറ അഹ്ലുൽ ഇസ്ലാം, മുസ്ലിം ഉമ്മത്ത് മുഴുവനും ആയിത്തീർന്നിട്ടുണ്ട്. അലാ തഖലീദി ഹൗലാഇൽ അഇമ്മത്തിൽ അർബഅ, 4 ഇമാമിങ്ങളെ സ്വീകരിക്കണം എന്നതിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കം ഇല്ല. അത് മുസ്ലിം കൂട്ടായ്മയാണ്. ഈ മുസ്ലിം കൂട്ടായ്മ അത് സ്വീകരിച്ച് ജീവിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു തർക്കമില്ല. 4 മദ്ഹബിൽ ഒരു മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കും. അത് കൂട്ടിക്കലർത്തരുത് കേട്ടോ. കൂട്ടിക്കലർത്തിയാൽ പിന്നെ ഒറ്റ മദ്ഹബില്ലാത്ത 5ാമത്തെ വേറൊന്നാവും അല്ലേ? കൂട്ടിക്കലർത്തിയാൽ അങ്ങനല്ലേ? സുബ്ഹാനല്ലാഹ്. അരിയും വെള്ളവും കൂടി കൂട്ടിക്കലർത്തിയിട്ട് വെച്ചാൽ അതിന്റെ പേര് അരിയുന്ന അല്ല, അതിന്റെ പേര് കഞ്ഞീന്ന. അതിന് അരിയല്ല, വെള്ളവുമല്ല, അതിന്റെ പേര് കഞ്ഞി. ഒതുകൊടുക്കാൻ പറ്റൂല, കഞ്ഞിയായി പോയി. എന്നാൽ അരി എന്നുള്ള നിലക്ക് നമുക്ക് സക്കാത്ത് ഫിത്ർ കാത്തു കൊടുക്കാൻ പറ്റും, അതും പറ്റൂല, കഞ്ഞിയായി പോയി. അപ്പൊ കൂട്ടിക്കലർത്തിയാൽ അങ്ങനെയാ. അതുപോലെ ശാഫി മദ്ഹബും ഹനഫി മദ്ഹബും കൂട്ടിക്കലർത്തിക്കൂടാ. ഒരു വിഷയത്തിലും ഒരു മദ്ഹബ്. അല്ലെങ്കിൽ എന്താവുന്നറിയോ? ഒറ്റ ഇമാമും പറയാത്തൊരു ഇബാദത്തായി മാറിപ്പോവും. ഉദാഹരണം ഞാൻ പറയാം. മാലിക്കി മദ്ഹബില് ഒരാള് അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് ഒറ്റക്ക് നിസ്കരിക്കുക, വേറെ ആരും കാണാനൊന്നുമില്ല. അപ്പൊ അയാളെ അവർത്ത് കാണാനൊന്നും ആരുമില്ലല്ലോ. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഒരു ഹാഫ് ട്രൗസർ കൊടുത്തിട്ട് അങ്ങ് നിസ്കരിച്ചു. അതായത് മുട്ടിന്റെ മേലെ കുറച്ച് സ്ഥലം മറക്കാതെ നിസ്കരിച്ചു. സുബ്ഹാനല്ലാഹ്. മാലിക്കി മദ്ഹബില് ആ നിസ്കാരത്തിന് കുഴപ്പമില്ല, കാരണം വേറെ ആരും കാണാനൊന്നുമില്ല. റൂമിന്റെ ഉള്ളിൽ ഒറ്റക്ക് നിസ്കരിച്ചല്ലേ. നമ്മളെ ശാഫി മദ്ഹബുകാരൻ അങ്ങനെ ഒറ്റക്ക് റൂമിന്റെ ഉള്ളിൽ റൂമിന്റെ വാതിൽ വരച്ച് നിസ്കരിച്ചാലോ നിസ്കാരം സഹിയാവില്ല. വേറെ ആരും കണ്ടിട്ടൊന്നുമല്ല, നിസ്കാരം സഹിയാവില്ല. കാരണം മുട്ടുപൊക്കലിനിടയിൽ മറക്കാതെ നിസ്കാരം ശരിയാവില്ല. അപ്പൊ ഒരാള് ഇനി നിങ്ങൾ മനസ്സിലാക്കണം, മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഔറത്ത് മറക്കുന്നതിന്റെ നിയമം ചെറിയ വീക്ഷണ വ്യത്യാസമുണ്ട്, ഹനഫി മദ്ഹബായിട്ട് വ്യത്യാസമുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, മാലിക്കി മദ്ഹബ് അനുസരിച്ച് തലതടകുമ്പോ ഒതുവെടുക്കുന്ന ആള് തീർത്തും തലതടകിയില്ലെങ്കിൽ ഒതു സഹിയാവില്ല. ശാഫി മദ്ഹബിൽ അങ്ങനെ തന്നെയാ തടകേണ്ടത്. അതുപോലെ മാലിക്കി മദ്ഹബിലും മുട്ടുപൊക്കലുള്ള സ്ഥലം പൂർണ്ണമായി മറിച്ചിട്ട് തന്നെ നിസ്കരിക്കേണ്ടത്. പക്ഷേ ഒരാളെ മുട്ടിന്റെ പൊക്കളുടെ ഇടയിൽ കുറച്ച് ഒരു ദ്വാരോ മറ്റോ ഉണ്ടായിപ്പോയതുകൊണ്ട് നിസ്കാരം ബാത്തിലും പറയില്ല. ഇതുപോലെ ശാഫി മദ്ഹബിലും തടകേണ്ടത് മുഴുവനുമാണ് തല. പക്ഷേ ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ചില മദ്രസയിലുണ്ടാവും, മദ്രസയിലെ ബുക്കിൽ തലയിൽ നിന്ന് അല്പം തടവുക. അപ്പൊ കുട്ടികളെ വിചാരിച്ച് അല്പം തടകണ്ട്. അങ്ങനെയല്ല, തടകണ്ട് തീർത്തുകയാണ്. അല്പം തടകിയാലും ഒതു പറ്റൂന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ അല്പം തടഞ്ഞ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഒരിക്കലും അല്പം തടകിയിട്ടുണ്ടാവും. തീർത്തും തടകിയിട്ട് സുന്നത്തെടുക്കാതിരിക്കൂല. അപ്പൊ തീർത്തും തടകണം എന്നാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഫോളോ ചെയ്യുകയാണ്. അതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമീങ്ങളും, അതേ എല്ലാ പണ്ഡിതന്മാരും ഈ ഇമാമീങ്ങളെ ഫോളോ ചെയ്ത് ജീവിക്കുകയാണ്. ആ ഇമാമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന പ്രസ്ഥാനം അതാണ് സുന്നത്ത് ജമാഅത്ത്. മുസ്ലിം കൂട്ടായ്മ അംഗീകരിച്ചവരാണവർ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വജനങ്ങളോടും നിർദ്ദേശിക്കുന്നു, ആമുറുക്കും ബിഖംസിൻ, 5 കാര്യം നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. ബിൽ ജമാ, മുസ്ലിം കൂട്ടായ്മ മുറുകെ പിടിക്കണേ. ആ അൽ ജമാഅയുടെ ബറക്കത്ത് കിട്ടാനാണ് മുസ്ലിം ജമാഅത്ത് എന്ന പേര് നമ്മളുടെ സംഘടനയ്ക്ക് നമ്മൾ കൊടുത്തത്. അതിന്റെ ബറക്കത്ത് തന്നെയാണ് സുന്നത്ത് ജമാഅത്ത് എന്ന പേര്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബത്ത് അൽ ജമാഅത്ത് കൂട്ടിയിട്ട് സുന്നത്ത് ജമാഅത്തുകാര് എന്ന് ഇസ്ലാം പൂർണ്ണമായി അംഗീകരിച്ചവർക്ക് പേര് പറഞ്ഞത്.
അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു റിപ്പോർട്ടിൽ വഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തുകാരൻ മാത്രമാണ് സ്വർഗ്ഗത്തിലെന്ന് പറഞ്ഞത്. സുഹൃത്തുക്കളെ, നബി തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ മുസ്ലിം കൂട്ടായ്മ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവർ, ആ മുസ്ലിം ജമാഅത്ത്, സുന്നത്ത് ജമാഅത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളണം. വസ്സമ്മി വത്താഅ, അനുസരിക്കേണ്ടവരെ അനുസരിക്കണം, കേൾക്കേണ്ടവരെ കേൾക്കണം, ഇമാമിങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകണം. ഇത് തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിലും കാണാം. അതേ നസീഹത്ത് വേണമെന്ന് പറഞ്ഞ സ്ഥലത്ത് അതേ ഖാലൂ ലിമൻ ഖാല ലില്ലാഹി വലിറസൂലിഹി വലിഅയിമ്മത്തിൽ മുസ്ലിമീൻ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, വലിഅയിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഇമാമിങ്ങളെ അനുസരിക്കണം. അങ്ങനെയാണ് ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ അതിനർത്ഥം പറഞ്ഞത്. എന്റെ വകയിൽ എനിക്കൊന്നും പറയാൻ അധികാരമില്ലെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ. ഞാൻ പറയുന്നതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞത് മാത്രം. വസ്സംഇ വത്താഅ, ഇമാമിങ്ങളെ അനുസരിക്കണം. ഇതുപോലെ സുഹൃത്തുക്കളെ, ഇസ്ലാമിക ഭരണകൂടമുള്ള രാജ്യങ്ങളിൽ ആ ഇസ്ലാമിക ഭരണകൂടം നടപ്പാക്കുന്ന നിയമങ്ങളെ അനുസരിക്കണം. തീവ്രവാദികളും ഭീകരവാദികളുമാകരുത്. അതുപോലെ അതാ നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോ ആ രാജ്യം മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒക്കെ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന നാടാണ്. അതേ ആ രാജ്യങ്ങളിൽ കുഴപ്പങ്ങളുണ്ടാകരുത്, വർഗീയ കലാപങ്ങളുണ്ടാകരുത്, വർഗീയ സംഘടനകളുണ്ടാകരുത്. അങ്ങനെ വരുമ്പോൾ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ച് നിയമങ്ങൾ അംഗീകരിച്ച് ജീവിക്കണം. വസ്സംഇ വത്താഅ. ഇനിയോ ഓരോ സ്ഥലത്തും ഭരണാധികാരികളുണ്ട്. അതേ SYSന്റെ പ്രവർത്തനം നടത്തുമ്പോ അതിന്റെ സ്റ്റേറ്റ് കൗൺസിലിന്റെ തീരുമാനം അംഗീകരിക്കണം. അതേ മുസ്ലിം ജമാഅത്തിന് മെമ്പറാകുമ്പോ മുസ്ലിം ജമാഅത്തിന്റെ സ്റ്റേറ്റ് കൗൺസിലിന്റെ തീരുമാനം അംഗീകരിക്കണം. സുഹൃത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാകുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഫത്വകളും നയങ്ങളും തീരുമാനങ്ങളും അംഗീകരിക്കണം. മുൻകാല പണ്ഡിതന്മാര് പഠിപ്പിച്ച ആശയത്തിൽ വ്യതിചലിച്ചിട്ട് ഞാനാണ് സമസ്ത എന്ന് പറഞ്ഞാൽ സമസ്തയാകൂല. SYSന്റെ കൗൺസിലിനെ ധിക്കരിച്ചിട്ട് ഞാൻ SYS എന്ന് പറഞ്ഞാൽ SIS ആവൂല. സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന തള്ളിപ്പറഞ്ഞിട്ട് ഞാനൊരു ഇന്ത്യൻ പൗരനെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടൂല. സ്വാഭാവികമല്ലേ? വസ്സംഇ വത്താഅ. സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ അനുസരിക്കണം. അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടുന്നത് പറഞ്ഞാൽ അനുസരിക്കണം. നേതാക്കളെ അനുസരിക്കണം. അതുപോലെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് പ്രസക്തി നൽകിക്കൊണ്ടുപോകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ജമാഅത്തുകൾ അതേ പുത്തൻ വാദങ്ങളിലേക്ക് പോകാതെ അതേ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കുന്ന പണ്ഡിതന്മാരെ അംഗീകരിച്ചും അനുസരിച്ചും നീങ്ങുമ്പോൾ അതാത് മഹല്ലുകളിൽ പ്രശ്നങ്ങളുണ്ടാക്കാതെ ജമാഅത്തിനെ അംഗീകരിക്കണം. മുസ്ലിമീങ്ങൾ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ സമഅ ത്വാഅത്ത് വേണം. വൽ ഹിജ്റതി വൽ ജിഹാദി ഫീ സബീലില്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ കൈയൊഴിക്കണം, കൈയൊഴിക്കേണ്ടതെല്ലാം കൈയൊഴിക്കണം. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ഒരു ഹദീസിൽ കാണാൻ നബി തങ്ങൾ പറയുന്നു, ശരിയായ ഹിജ്റ പോയവനാരാ? അള്ളാഹു വിരോധിച്ചതൊക്കെ കൈയൊഴിച്ചവനാ. മുസ്ലിമീങ്ങൾ മദ്യം കൈയൊഴിക്കണം. കള്ളുകുടിയന്മാരാകരുത്, പലിശക്കാരാകരുത്, വർഗീയവാദികളാകരുത്, തീവ്രവാദികളാകരുത്. അതേ മുസ്ലിമീങ്ങൾ അതാ
വാസനയുള്ളവരാകരുത്. മുസ്ലിമീങ്ങൾ അതാ മാതാപിതാക്കളെ ധിക്കരിക്കുന്നവരാകരുത്, പ്രായമുള്ളവരെ നിന്ദിക്കുന്നവരാകരുത്, അയൽവാസികൾക്ക് ദ്രോഹം ചെയ്യുന്നവരാകരുത്, കുടുംബബന്ധം മുറിക്കുന്നവരാകരുത്, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരാകരുത്, അതേ സയ്യിദന്മാരെ നിന്ദിക്കുന്നവരാകരുത്. മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ സംസ്കാരവും ഇസ്ലാമിന്റെ ആചാരവും ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. കൈയൊഴിക്കേണ്ടത് കൈയൊഴിക്കണം. വൽ ഹിജ്റത്തി വൽ ജിഹാദി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തണം. ജിഹാദ് എന്ന് പറഞ്ഞാൽ തീവ്രവാദമല്ല, കുറെ ആള് കമ്മിറ്റി ഉണ്ടാക്കി ബോംബ് നിർമ്മിക്കലല്ല, ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പൊട്ടിക്കലല്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ നേരെ അർത്ഥം തന്നെ അധ്വാനമെന്നാണ്. വൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരാകണം. ഇവിടെ SYSന്റെ പ്രവർത്തകർ, ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ, അതേ മുഅ്മിനീങ്ങളെ, ജനങ്ങളെ സംഘടിപ്പിച്ചൊരു ആദർശ സമ്മേളനം നടത്തുന്നു. അതിന് നമ്മുടെ സംഘാടകരുടെ അധ്വാനം എത്രയാ, അതേ പ്രവർത്തകരുടെ അധ്വാനം എത്രയാ. അധ്വാനിക്കണം, അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണം. അല്ലാഹുവിന്റെ ദീൻ എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഈ പരിപാടി. അതിനധ്വാനിക്കാതെ നടക്കുമോ യുവാക്കളെ? അധ്വാനിക്കാതെ നടക്കുമോ ചെറുപ്പക്കാരെ? അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണം. മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയുമൊക്കെ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് 5 നേരത്തെ ജമാഅത്ത് നടക്കാൻ, ആ മുസ്ലിം ജമാഅത്തിൽ ദീന് നിലനിൽക്കാൻ, മുസ്ലിമീങ്ങളുടെ നിക്കാഹും അതുപോലെ മറ്റു വിഷയങ്ങളൊക്കെ മതനിയമമനുസരിച്ച് നടക്കാൻ അവരധ്വാനിക്കുകയാണ്. സെക്രട്ടറി ശമ്പളം വാങ്ങിയിട്ടല്ലല്ലോ, പ്രസിഡന്റ് ശമ്പളം പറ്റിയിട്ടല്ലല്ലോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുകയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണം. അധ്വാനം എന്നത് വലിയ വിഷയമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നേതാക്കളെക്കാൾ അധ്വാനിക്കുന്നവർ അനുയായികളല്ലേ? വാസ്തവത്തിൽ ആദരിക്കേണ്ടത് എന്നെയല്ല, ആദരിക്കേണ്ടത് സംഘടനാ പ്രവർത്തകന്മാരെയാണ്. കാരണം നേതാക്കൾക്ക് എന്താണ് പ്രയാസം? നേതാക്കൾക്ക് നല്ല സുഖമല്ലേ, നല്ല ബഹുമാനമല്ലേ, ചെല്ലുന്ന സ്ഥലത്തൊക്കെ സുബ്ഹാനല്ലാഹ് നല്ല സൗകര്യങ്ങളല്ലേ? അതേ സമയത്ത് വഅദ് പറയുന്ന മുസ്ലിയാരാണെങ്കിൽ അതാ എന്തൊരു ബഹുമാനമാണ്. അതേ സമയത്ത് വഅദ് സംഘടിപ്പിക്കുന്നവർക്കല്ലേ വാസ്തവത്തിൽ സ്വാഗതം പറയേണ്ടത്, അവർക്കല്ലേ നന്ദി പറയേണ്ടത്, അവരെയല്ലേ സാല് പുതപ്പിക്കേണ്ടത്, അവരല്ലേ അധ്വാനിക്കുന്നത്. ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സംഘാടകരുടെ പ്രയാസം എത്രയാ, ബുദ്ധിമുട്ടെത്രയാ, അവരുടെ പ്രശ്നങ്ങൾ എത്രയാ. സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിന്റെ ആദരവ് നൽകേണ്ടത് പ്രവർത്തകന്മാർക്കാണ്. അവരുടെ അധ്വാനമല്ലേ ഈ പാവപ്പെട്ട ഞാനിവിടെ വന്നാൽ ചോദിക്കട്ടെ, ഇവിടെ വന്നാൽ എനിക്ക് അല്ലാഹു തആല തന്നൊരു ചെറിയ നിഅമത്താണ്, അല്ലാഹു തന്നൊരു ചെറിയ അനുഗ്രഹമാണ്, ഒരു ചെറിയ അറിവ്. ഞാൻ അറിവുള്ളവനല്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ അറിവ്, അത് ഞാൻ വിതരണം ചെയ്യൽ എന്റെ കടപ്പാടല്ലേ, എന്റെ ബാധ്യതയല്ലേ? പണമുള്ളവര് പണം വിതരണം ചെയ്യൽ അവരെ കടപ്പാടല്ലേ? പള്ളിക്കും മദ്രസക്കും ദീനീ സ്ഥാപനങ്ങൾക്കുമൊക്കെ ഞാനിവിടെ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നു. SSLC പരീക്ഷയിൽ നല്ല മാർക്കോടെ ജയിക്കാൻ നേർച്ചയാക്കിയ കുട്ടി 25,000 കൊണ്ട് തന്നു. അതേ വിഷയങ്ങളിലൊക്കെ പ്ലസ് കിട്ടിയിട്ടുണ്ട്, വെറുതെ തന്നതല്ല. അല്ലാഹു ആ കുട്ടിക്ക് ഇനിയും പുരോഗതി നൽകട്ടെ. അതുപോലെ സുഹൃത്തുക്കളെ, ഇന്നലെ ഞാൻ വരുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരാള് മറ്റൊരു വലിയ നേർച്ച തന്നു, ഉദ്ദേശം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴും പലരും നേർച്ച തന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നേർച്ചകളും സദഖകളും നൽകുന്ന വിദേശത്തും നാട്ടിലുമുള്ളവർ അധ്വാനമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നമ്മുടെ മബ്റൂക്ക് ഹജ്ജ് ഗ്രൂപ്പിന്റെ റബീ മോട്ടോർ സൈക്കിളിന്റെ മേലെ കയറ്റിയിട്ട് മിനയിൽ വെച്ച് എന്നെ നട്ടുച്ച വെയിലത്ത് കൂട്ടിക്കൊണ്ടുപോയി സാഹസപ്പെട്ടു. ഹാജിമാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാനാണ്. അതോടുകൂടെ തന്നെ സിറാജുൽ ഹുദയ്ക്ക് എന്തെങ്കിലും സഹായം സംഘടിപ്പിക്കാനാണ്. അവിടെ ഞാനവിടെ കസേരയിൽ സുഖമായി ഇരുന്നാൽ അവിടെ അള്ളാന്റെ ദീനിന്റെ പ്രവർത്തനം നടക്കുമോ?
ഏതെങ്കിലും വ്യക്തിക്ക് എനിക്ക് വിതരണം ചെയ്യാൻ കഴിയുമോ? അപ്പൊ ഓരോരുത്തരുടെയും അധ്വാനമല്ലേ, ആ അധ്വാനം പണമുള്ളവൻ പണം കൊണ്ട് അധ്വാനിക്കണം ദീനിനു വേണ്ടി, ആരോഗ്യമുള്ളവൻ ആരോഗ്യം കൊണ്ട് അധ്വാനിക്കണം, അറിവുള്ളവൻ അറിവ് കൊണ്ട് അധ്വാനിക്കണം. പ്രസംഗിക്കാൻ വിളിക്കുന്ന മുസ്ലിയാര് ഇത്രയും ഫീസ് തരണമെന്നല്ല പറയേണ്ടത്, ആളുകളെ ധാരാളം കൊണ്ടുവരണമെന്നാ പറയേണ്ടത്. ഫീസിന് വേണ്ടിയല്ലല്ലോ പ്രസംഗം. പ്രസംഗം അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണ്ടേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീന് വിതരണം ചെയ്തത്, ദീനിന്റെ ഇൽമ് വിതരണം ചെയ്ത് ഫീസ് വാങ്ങാനാണോ? സഹാബത്ത് വിതരണം ചെയ്തത് കാശ് വാങ്ങാനാണോ? ശമ്പളത്തിനാണോ? കൂലിക്കാണോ? അവർ അള്ളാന്റെ ദീനിന് വേണ്ടി അധ്വാനിച്ചത് ദീനൊന്ന് പ്രചരിപ്പിക്കാനല്ലേ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ വന്നിട്ട് ഞാൻ എനിക്കറിയുന്നതെന്ന് പറയണമെന്ന് കരുതിയാൽ എനിക്ക് ജനങ്ങളെ കിട്ടുമോ? അതിവിടെ സംഘടിപ്പിച്ചു തന്ന സംഘാടകരോട് ഞാൻ കടപ്പെട്ടവനല്ലേ? അവർക്കല്ലേ വാസ്തവത്തിൽ സാല് പുതക്കേണ്ടത്, എനിക്കല്ലല്ലോ. വൽജിഹാദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണം. വിവരമുള്ളവര് വിവരം വിതരണം ചെയ്യണം, പണമുള്ളവൻ പണം വിതരണം ചെയ്യണം, ആരോഗ്യമുള്ളവൻ ആരോഗ്യം വിതരണം ചെയ്യണം, അതേ സ്വാധീനമുള്ളവന് സ്വാധീനം ചെലവഴിക്കണം, അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണം. 5 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചുകൊണ്ട് പറയാണ്, وإنه من خرج من الجماعة قيد شبر فقد خلع ربقة الإسلام. വല്ലവനും മുസ്ലിം ജമാഅത്ത്, മുസ്ലിം കൂട്ടായ്മ, സുന്നത്ത് ജമാഅത്ത്, ഇസ്ലാമിന്റെ കൂട്ടായ്മ, ആ മുസ്ലിം ഐക്യം, മുസ്ലിം കൂട്ടായ്മ, അത് വിട്ട് വല്ലവനും പുത്തനാശയത്തിലേക്ക് പുറപ്പെട്ടു പോയാൽ, മുസ്ലിമീങ്ങളെ കൂട്ടായ്മയാണ് 5 നേരത്തെ നിസ്കാരം. ചേകനൂർ മൗലവി വന്ന് പറഞ്ഞു, മഗ്രിബും ളുഹറും നിസ്കരിച്ചാൽ നരകത്ത് കിടക്കുമെന്ന് ഖുർആനിലുണ്ട് എന്ന് പറയുമ്പോഴേക്ക് പിന്നാലെ പോല. പലരും ഖുർആനോതും, ഖുർആനോദി ജനങ്ങളെ പഠിപ്പിക്കാൻ നോക്കും. അദ്ദേഹം പറഞ്ഞു, ദുഹറും മഗ്രിബും നിസ്കരിച്ചാൽ നരകത്ത് കിടക്കും. സുബഹി നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ സുബഹി നിസ്കരിക്കുമ്പോൾ സൂര്യൻ ഉദിച്ചിട്ടാ നല്ലത് എന്നും പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞല്ല, അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. നമസ്കാരം എപ്പോൾ, എത്ര, എങ്ങനെയെന്നാണ് അതിന്റെ പേര്. അതിന്റെ ചട്ടപ്പുറത്തുള്ള പരസ്യം തന്നെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നവർക്കും കഷ്ടപ്പാട് ഓർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥമാണ് അതിന്റെ പരസ്യം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞാൽ അപ്പ ശിർക്ക് ചെയ്ത മുശ്രിക്കാവും. എന്താ മുജാഹിദീങ്ങളൊക്കെ ഒന്ന് ആയത്ത്, ജമാഅത്തുകാർ ഒന്ന് ആയത്ത് തന്നെ ആൾ ഓതിയത്, ലാ തദൂ മഅല്ലാഹി അഹദാ, അള്ളാന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയായവരെ അങ്ങേക്ക് സലാം എന്ന് വിളിക്കുമ്പോൾ അള്ളാന്റെ കൂടെ റസൂലുള്ളാഹിനെ വിളിച്ചില്ലേ? പണ്ടങ്ങ വഫാത്തായി പോയ നബീനെ വിളിച്ചതുകൊണ്ട് എല്ലാ മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളാണ്. മൗലവി ചേകനൂര് ആയത്ത് തെളിവ് പറയുമ്പോ പിന്നാലെ പോല. ഒരാൾക്ക് ഏത്തിനെ പറ്റി എന്തും പറഞ്ഞൂടെ? ആയത്തോടിയിട്ട് എന്ത് തുണിവാസുവാർത്ഥം വെച്ചൂടെ? അതുകൊണ്ടാ പറഞ്ഞത്, ഇമാമിങ്ങളെ പിന്തുടരണം. ഇമാമിങ്ങളെ വിട്ടാ പിന്നെ ഇസ്ലാമില്ല. ഇമാമിങ്ങളെ വിട്ടാ എന്തും പറയും. സുബ്ഹാനല്ലാഹ്. ഒരു മൗലവി വന്നിട്ട് പറഞ്ഞു 3 തലാക്കിയില്ലാൽ 1. 3 തലാക്കിയില്ലാൽ 1. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 3 കസേര എടുത്ത് വെച്ചാൽ ഒറ്റ കസേര. അതെങ്ങനെ? അവര് പറയാണ് 3 കസേര വെവ്വേറെ എടുത്തു വെച്ചാൽ അത് 3 കസേര, ഒന്നായിട്ട് 3 കസേര എടുത്തു വെച്ചാൽ ഒറ്റ കസേര. അന്നേരം 3 കസേര എന്നുള്ളത് അല്ലേ? സുബ്ഹാനല്ലാഹ്. പക്ഷേ 3 തലാഖ് ഒന്നിച്ച് ചൊല്ലരുത്, അത് വേറൊരു കാര്യം. തലാഖ് തീരെ വല്ലരുത് എന്നാ പറയേണ്ടത്. തലാഖില്ല, നമ്മൾ നിക്കാഹിച്ച് തലാഖ് തീരെ വല്ലരുത്. അനിവാര്യ ഘട്ടത്തിൽ മാത്രമാണ് തലാഖ് നമുക്ക് അനുവദനീയമാകുന്നത്. തലാഖില്ലാന്നല്ലോ നമ്മൾ വിവാഹം കഴിച്ച്. ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്ത്രീകൾ ഉണ്ടാവില്ലല്ലോ പ്രസംഗം കേൾക്കാൻ. ഉണ്ടാവോ? പടച്ചോനെ. എന്നാൽ ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ. ഇന്നലെ ഒരു സ്ത്രീ എന്നെ ടെലിഫോൺ ചെയ്തു.
ആ സ്ത്രീ സങ്കടമായിരിക്കുക. സിറാജുലുലേക്ക് നേർച്ചയാക്കിയിട്ട് പല സ്ത്രീകളും വിളിക്കും. സ്ത്രീകൾ വന്നാൽ റൂമിൽ കയറ്റുന്ന പരിപാടി നമുക്കില്ല. അങ്ങനെയാണ് ചില ചികിത്സക്കാർ ഏത് അന്യപെണ്ണിനെ റൂമിൽ കയറ്റിയിട്ട് തലയത്ത് കൈവച്ചു കൊടുക്കുന്ന ചില വ്യാജത്വരീകത്തേർക്കുണ്ട്. ചില മക്ബറക്കാരുണ്ട് അങ്ങനെ. മക്ബറ മഹാന്മാരെ മക്ബറയാ. ആ മക്ബറയിൽ അന്യപെണ്ണുങ്ങൾ വരിക, എന്റെ മൊയ്യാരി എന്ന് പറയുന്ന ഒരാളവിടെ നിൽക്കുക, എന്നെ കാണുന്ന പെണ്ണുങ്ങളെ തലയെല്ലാം കൈവച്ചു കൊടുക്കുക. ഇതൊന്നും ഇസ്ലാമല്ലോ. ഭർത്താവാ മുലകുടി വന്ന. ഓ സഹോദരന്മാര്, ഇസ്ലാമായിട്ട് നടപടി കൊണ്ടുവന്നോളണം. മക്ബറയിൽ എന്ത് തോന്നിയാ സുനിയാണ്. മക്ബറയ്ക്ക് ഒരു സുജൂദ് ചെയ്യുന്ന വേറെ കുറെ ആൾക്കാർ, മക്ബറയിൽ ഉരുളുന്നവര്. ഒന്നും ഇസ്ലാമല്ല. മക്ബറയെ പോണം മഹാന്മാരെ ബർക്കത്തിട്ടാൻ, സിയാറത്തിന് പോകണം, അവിടുന്ന് ഖുർആൻ ഓതണം, ദിക്രി ചൊല്ലണം, സലാത്ത് ചൊല്ലണം, ഖുർആൻ ഓതണം, ദ്വാരക്കണം. അതൊക്കെ വേണം. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. ഖബറിന്റെ അടുത്ത് പോലും, ഖബറിലെ ആളെ വിളിക്കലും, ഖബറിലാക്ക് സലാം പറയലും, ഖബറിന്റെ അടുത്ത് ദ്വാരക്കലും ഒക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ച സുന്നത്തിയമായതാ. മക്ബർക്ക് സുജൂദ് ചെയ്യലില്ല. അത് കടുത്ത തെറ്റാ, ഹറാമാ. റബ്ബമായുദ്ദീലുൽ കുഫ്രി, ചിലപ്പം കുഫറിലേക്ക് തന്നെ എത്തിപ്പോകുന്ന ഇമാമികൾ പറഞ്ഞു. വളരെ ശ്രദ്ധിക്കണം. ഇസ്ലാമിന്റെ ചിട്ട ശരിക്കും പാലിക്കണം. ഞാൻ പറഞ്ഞത് സിറാജുലിലേക്ക് നേർച്ചയാക്കിയ ചില സ്ത്രീകൾ ചിലപ്പോൾ നേർച്ചയും കൊണ്ടുവരും, പക്ഷെ റൂമിൽ കയറ്റൂല. അപ്പുറത്തെ റൂമിൽ നിന്നിട്ട് ഇങ്ങനെ ഫോണിൽ വിളിക്കല. ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകളെ കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തോ നിന്നില്ല, അപ്പോഴേക്ക് മകളിങ്ങോട്ട് പോന്ന്. വലിയ വിഷമായിപ്പോയി. എന്താ? ഭർത്താവിന്റെ ഉമ്മാന്റെ ശല്യം കൊണ്ട് നിവൃത്തിയില്ല. ഭർത്താവിന്റെ ഉമ്മാന്റെ ശല്യം. ഇവിടെ ഒന്നും പിന്നെ അങ്ങനത്തെ ഉമ്മാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. അങ്കഹത്തുക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് അല്ലെ സവ്വജതുക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് ഇണയാക്കി. നിങ്ങളുടെ ശിഷ്യനാണ് മുഹമ്മദ് അലവി മാലിക്. യുഎഇയിൽ ഷെയ്ഖ് സായിദ് അടക്കം വിളിച്ചുകൊണ്ടുപോകുന്ന മഹാപണ്ഡിതനും സയ്യിദുമാണ്. ഒരുപാട് കിതാബ് എഴുതിയ മഹാനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ കൂടെ ജീവിതത്തിൽ പോയിട്ടുണ്ട്. അദ്ദേഹം രണ്ട് പ്രാവശ്യമാണ് ഇന്ത്യയിൽ കേരളത്തിൽ വന്നത്. ഒന്ന് വന്നത് SYSന്റെ സമ്മേളനത്തിനാണ്. ആ വരവിലാണ് മർക്കസു സഖാഫത്ത് സുന്നിയക്ക് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തറക്കല്ലിട്ടത്. ആ ബറക്കത്താണ് മർക്കസിന് അല്ലാഹു കൊടുത്ത ബറക്കത്ത്. സുഹൃത്തുക്കളെ, അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തെ പലപ്പോഴും ശൈഖ് അബൂബക്കർ ക്ഷണിച്ചു. ഈ ഉസാമ എന്ന പണ്ഡിതൻ എന്നോട് പറയാണ്, പലപ്പോഴും ശൈഖ് അബൂബക്കർ ക്ഷണിച്ചു. പക്ഷേ ശൈഖ് മുഹമ്മദ് അലവി മാലികി ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മതം കിട്ടാതെ പോകാറില്ല. അവിടുത്തെ സന്താന പരമ്പരയിൽപ്പെട്ട വലിയ പണ്ഡിതനും മഹാനുമാണ്. ആ മഹാനായ സയ്യിദ് മുഹമ്മദ് അലവി മാലികി സമ്മതം കിട്ടാഞ്ഞിട്ട് വന്നില്ല. അവസാനം SYSന്റെ ഗോൾഡൻ ജൂബിലി വരവിൽ കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ മർഹൂം അബേലത്ത് തങ്ങളുടെ കൂടെ, അതേ മഹാനായ ശൈഖുനാ ഉസ്താദിന്റെ കൂടെ സ്വീകരിക്കാൻ പോയതിൽ പാവപ്പെട്ട ഞാനുമുണ്ട്. ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. അതേ അവിടെ ഹോട്ടലിൽ വന്ന് താമസിക്കുകയാണ്. മർഹൂം താജുൽ ഉലമ കാണാൻ വരികയാണ്. താജുൽ ഉലമ വന്നപ്പോൾ എന്തൊരു സന്തോഷമാണ്. താജുൽ ഉലമ പോകാൻ നോക്കുമ്പോ മഹാനവറുകളുടെ ഒരു വടിയുണ്ട്. ആ വടിയെടുത്തിട്ട് വാതിലിന്റെ അടുത്ത് അവിടെ വെച്ചിട്ട് വിടൂല എന്ന് പറഞ്ഞു. അവിടെ തന്നെ നിർത്തി കുറേ സമയം സംസാരിച്ചു. ആ മഹാനായ മുഹമ്മദ് അലവി മാലികി സുഹൃത്തുക്കളെ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തുകൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല സിറാജുൽ ഹുദക്ക് ബറക്കത്തിനൊരു സംഭാവനയും എന്റെ കയ്യിൽ തന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മുഹമ്മദ് അലവി മാലികി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മതം വാങ്ങിയിട്ടാണ് മദായ SYSന്റെ സമ്മേളനത്തിനും മർക്കസിലേക്കും വന്നത്. നീ ശൈഖ് ഉസാമ പറഞ്ഞ വിവരം, അദ്ദേഹം അറബിയിലാ സംസാരിച്ചത്, സാഹിത്യമുള്ള അറബി. തിരിച്ചു വരുമ്പോ ഞാൻ ബഷീർ ഹാജിയോട് പറഞ്ഞപ്പോ ബഷീർ ഹാജി എന്നോട് പറഞ്ഞു, അത് മുഹമ്മദ് അലവി മാലിക് തന്നെ പറയുന്നത് ഞാൻ എന്റെ ചെവിട് കൊണ്ട് കേട്ടിട്ടുണ്ട്. ഇന്നും ഉസാമ ജീവിച്ചിരിക്കൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറെന്ന് പറയുമ്പോ ആ റസൂലുള്ളാഹിനെ ധിക്കരിച്ചിട്ട് പെണ്ണുങ്ങൾ ജുമാ ജമാഅത്തിന് പോകണമെന്ന് പറയുന്ന മൗലൈമാരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ബഹുമാനിക്കാൻ പറ്റുമോ? ആദരിക്കാൻ പറ്റുമോ?
4 മദ്ഹബിന്റെ ഇമാമികളിൽപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിന്റെ സമീപത്ത് നിൽക്കുകയാണ്. ആ ജാറം ഇന്നുമില്ലേ, പച്ചക്കുബയുള്ള ജാറം. മദീന പള്ളിയുടെ ഒരു ചുമര് ആ ജാറത്തിന്റെ ചുമരല്ലേ. ആ ജാറത്തിന് മുമ്പിൽ റസൂലുള്ളാഹിനെ വിളിച്ച് തേടാനുള്ള പദ്യം സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടില്ലേ? അത് ഇമാമിങ്ങളെ കിതാബുകൾ മുഴുവനും രേഖപ്പെടുത്തപ്പെട്ടതല്ലേ? യാ ഖൈറ മൻദൂഫിനത്തി ബിൽഖാഇ അൽഉമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വല്ലകമു നഫീഫി ദാഉൽ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ ഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടാനുള്ള പദ്യം ഇന്നും ആ ജാറത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടില്ലേ? പള്ളി കയറി വെക്കുമ്പോ പള്ളിയിലെ ചുമരുമ്പിൽ നവൈത്തുൽ ഇത്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. പള്ളി നിയത്തിയ അല്ല, ചുമര് നിയത്തിയ അല്ല, വന്ന ആള് അത് കണ്ടിട്ട് നിയത്ത് ചെയ്യാൻ വേണ്ടി, ഓർമ്മ വരാൻ വേണ്ടി എഴുതി വെച്ചതാ. ഇതുപോലെ റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ മുന്നിൽ റൗണ്ട് മില്ലറിന്റെ മുകളിൽ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ച് റസൂലുള്ളാഹിനെ വിളിക്കാനും സഹായം നേടാനുമാ അല്ലെ പിന്നെ എഴുതി വെച്ചത്? ആ നബിതങ്ങളെ വിളിച്ചു തേടുന്ന പതിവ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ല. ഫലം യുൻകിറു ദാലിക അഹദുൻ, ഒരൊറ്റ മുസ്ലിം പണ്ഡിതനും അതിനെതിരെ സംസാരിച്ചിട്ടില്ല. എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ അംഗീകരിച്ചതാണ്. ഇമാം സുബ്കി അവിടുന്ന് പറഞ്ഞില്ലേ, മുഴുവൻ ഇമാമികളും പറഞ്ഞില്ലേ, ഇമാം നബവി, ഇമാം ഇബ്നു ഹജർ ഹൈതമി, എന്തിനധികം പറയണം, 4 മദ്ഹബിന്റെ കിതാബുകളും നോക്കിക്കോ. നിങ്ങൾ അൽ ഹിദായ നോക്കിക്കോ, അതേ മാലിക്കി മദ്ഹബിലെ അൽ മദ്ഖൽ നോക്കിക്കോ, അതേ ഹംബലി മദ്ഹബിലെ ഇബ്നു ഖുദാമയുടെ അതേ അവിടുത്തെ മുഗ്നി നോക്കിക്കോ, ശാഫി മദ്ഹബിലെ ശറഹുൽ മുഹദ്ദബ് നോക്കിക്കോ. ഞാൻ ഇസ്തിഗാസയും ഇമാമിങ്ങളും എന്ന എന്റെ സിഡിയിൽ 4 ഇമാമിങ്ങളുടെയും കിതാബുകൾ, 4 മദ്ഹബിന്റെയും കിതാബുകൾ ഞാനതിൽ അടിക്കടി ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ, എല്ലാ ഇമാമികളും റസൂലുള്ളാഹിനെ വിളിച്ച് തേടണമെന്ന് പറയുന്നു. എന്നാ മാലിക് ഇമാം റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ സമീപത്ത് നിൽക്കുമ്പോ ഗവർണർ അബൂ ജഅഫർ അൽ മൻസൂർ വന്നിട്ട്, ഞാനിതാ ഇവിടുന്ന് ദുആ ചെയ്യുമ്പോ അള്ളാഹിനോട് നടത്തുന്ന ദുആ ഖിബ്ലക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യണോ അല്ല റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യണോ എന്ന് ചോദിക്കുമ്പോ, ബലിസ്തഖ്ബിൽഹു, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തന്നെ തിരിഞ്ഞു നിന്നോ ഗവർണറെ. വസ്തശ്ഫീബിഹി, എന്നിട്ട് റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ, റെക്കമെൻഡ് തേടിക്കോ. മാലിക് ഇമാം തങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ പറഞ്ഞിട്ട് അതിന് തെളിവ് പറയുന്നു. വഖദ് ഖാല തആല, അല്ലാഹുവിന്റെ ഖുർആൻ അതിന് തെളിവാണ് ഗവർണറെ. വലൗ അന്നഹും ളലമു അൻഫുസഹും എന്ന ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു കിതാബ് ശിഫയിൽ അത് ഉദ്ധരിക്കുന്നു. അപ്പൊ ഖുർആൻ ഓതിയിട്ട് ഇമാമിങ്ങൾ പറയുന്നു റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണം. അതേ സമയത്ത് പുത്തൻവാദി പറയുന്നു, നമ്മൾ റസൂലുള്ളാഹിനോട് തേടിയതിനാൽ, മങ്കൂസ് മൗലിദ് ഓതിയതിനാൽ നമ്മൾ മുശ്രിക്കായി അബൂജഹലായി പോയി പോൽ. അല്ലാഹു തആല അത്തരം മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി ഭിന്നിപ്പിക്കുന്നവരുടെ ശർറിൽ നിന്ന് ഈ സമുദായത്തെ കാക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിങ്ങൾ ചൊല്ലിക്കോ, ബൈലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വലനാ ഇൻളായാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദ്. വേറെ ഭാഷയിലാകാമെന്ന് പറയുന്ന നിങ്ങൾ തെളിവുദ്ധരിക്കാൻ തലശ്ശേരിയിലെ മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ ഇന്ന ദിവസം ഞാൻ കിതാബുമായി കാത്തിരിക്കുന്നു, വരണം. ഈ കത്ത് തലശ്ശേരി മുഴുവൻ വിതരണം ചെയ്തു SSFന്റെ വിദ്യാർത്ഥികൾ. ഞാനെന്ന് SSF ആണ്. എന്നിട്ട് കത്ത് അദ്ദേഹത്തിന് മൊയ്തു മാഷ് കൊടുത്തപ്പോ വരാന്ന് പറഞ്ഞു. ഞാൻ കിതാബ് കെട്ടുകൊടുത്ത് പോയി കാത്തിരുന്നു. അദ്ദേഹം വന്നില്ല, ഇന്നുവരെ വന്നില്ല. ഞാൻ ഇവിടുന്ന് ഖുത്ബ അറബിയിൽ തന്നെയാകണം എന്ന് പറഞ്ഞ് കിതാബ് ധരിച്ച് പ്രസംഗിച്ചു. ആലിഹാജി പള്ളിന്റെ കമ്മിറ്റി വീണ്ടും ചേർന്ന് ഖുത്ബ അറബി തന്നെയാക്കി മാറ്റി. വീണ്ടും പഴയ പോലെ തന്നെ അറബി തന്നെയാക്കി. ഇപ്പോഴും അറബിയിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതും കഴിഞ്ഞ് ഞാൻ പുന്നോലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്,
മാഹിയുടെയും തലശ്ശേരിയുടെയും ഇടക്ക്. അവിടെ ഒരു പ്രസംഗത്തിന് പോയി. ആ പ്രസംഗത്തിൽ നോക്കുമ്പോ അവിടത്തെ നോക്കുമ്പോൾ പള്ളിയിൽ മലയാളത്തിൽ ഖുത്ബ. ഞാൻ അന്നത്തെ ദിവസം അറബിയിൽ തന്നെ ഖുത്ബ ഓതണം എന്നതിന് ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും ഇമാമിങ്ങളെ കിതാബൊക്കെ ഉദ്ധരിച്ച് പ്രസംഗിച്ചപ്പോ ഇസ്മായിൽ ഹാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, വേറൊരു ഉമ്മർക്കയുണ്ട്. രണ്ടാളും മരിച്ചുപോയി. അല്ലാഹു ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഇവർ രണ്ടാളും എഴുന്നേറ്റ് പ്രസംഗം കഴിഞ്ഞ് തീരാൻ നോക്കുമ്പോ എഴുന്നേറ്റുന്ന ഒരാൾ പറഞ്ഞു, പുന്നോൽ പള്ളിയിലെ ഖുത്ബ പരിഭാഷ നിർത്തുക. മറ്റേയാള് അല്ലാഹു അക്ബർ, പിന്നെ എല്ലാവരും അല്ലാഹു അക്ബർ. പിന്നെ ഇന്നേ വരെ മലയാളത്തിൽ അവിടെ ഖുത്ബ ഓതിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനം അങ്ങനെ വേറൊരുത്തർക്ക് ഇബത്ത് പറയലല്ല കേട്ടോ. അതാ സമസ്തന്റെ പ്രവർത്തനം, അതാണ് എസ്ഒഎസിന്റെ പ്രവർത്തനം. ഞാൻ തൃശ്ശൂരിൽ വന്നപ്പോ എനിക്ക് ഈ ഖുത്ബനെ സംബന്ധിച്ച് ഇങ്ങനെ പ്രസംഗിക്കാനുള്ള ധൈര്യമൊക്കെ കിട്ടിയത് കാന്തപുര ഉസ്താദിന്റെ അടുത്ത് തന്നെയാണ്. അത് ഉസ്താദിന് പഠിക്കുന്നതിന് മുമ്പ് ഉസ്താദിന്റെ ക്ലാസ് കേട്ടതാ. സുഹൃത്തുക്കളെ, ഞാൻ തൃശ്ശൂരിൽ വന്നു. അവിടെ നോക്കുമ്പോ ചേരമാൻ പള്ളി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച പള്ളി, സ്വഹാബത്തിന്റെ കാലത്തുള്ള പള്ളി. ആ പള്ളി സുന്നികളെ കയ്യിലാണ്, സുന്നികളെ പള്ളിയാണ്, സർക്കില്ല. ആ പള്ളിയുടെ കമ്മിറ്റിയിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ കയറിക്കൂടി. മെല്ലെ ജമാഅത്ത് ഇസ്ലാമി വല്ലാത്ത വളവന്മാരാ, മനസ്സിലാവൂല. സുന്നികളോട് കൂടിയ തറാവി 20 നിസ്കരിച്ചിരുമ്പോഴെങ്കിൽ ചിലപ്പോ ആമീൻ പറഞ്ഞു തരും, ചിലപ്പോ എല്ലാം പറഞ്ഞു തരും. ജമാഅത്ത് ഇസ്ലാമിന്റെ വെളിവ് മനസ്സിലാവൂല. പക്ഷേ പേഴച്ച പാർട്ടിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനായി ജനിച്ചു, സാധാരണക്കാരനായി മരിച്ചു എന്ന് എഴുതിയതാ പ്രബോധനത്തിൽ. പിന്നെ ഇനി എന്ത് ആവശ്യം? സുഹൃത്തുക്കളെ, അല്ലാഹുവിന് വലത്തെ കൈയും ഇടത്തെ കൈയും കൊണ്ട് എഴുതിയ പാർട്ടിയാ. റാഫിളത്തിന്റെ വാദങ്ങളൊക്കെ ഉള്ള പാർട്ടിയാണ്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. ആ നബി തങ്ങളുടെ ശരീരം മണ്ണെന്ന് ജീർണിച്ച് നശിച്ചു എന്ന് പറഞ്ഞ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ കക്ഷികൾ അതാ കേറിക്കൂടിയിട്ട് മെല്ലെ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി, അല്ല നമുക്ക് മനസ്സിലാകണ്ടേ, ഖുത്ബ മനസ്സിലാകണ്ടേ, അതിന് മലയാളത്തിലല്ലേ നല്ല സാധാരണക്കാർക്ക് അറിയോ, ഖുർആനും ഹദീസും അറിയോ, മനസ്സിലാകണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ചിലർ തെറ്റിദ്ധരിച്ചു. നമ്മൾ മനസ്സിലാകുന്നതിനെതിരാ, മനസ്സിലാകുന്നതിന് നമുക്ക് എതിർപ്പുണ്ടോ? എന്ത് സുഖം ഉണ്ടാവും? നിസ്കരിക്കാൻ എത്ര മിനിറ്റാ? നിസ്കരിക്കാനും 10 മിനിറ്റാന്ന് കൂട്ടിക്കൊള്ളി, അത്രയൊന്നും വേണ്ട ഒരു ജുമാക്ക്. എന്നാ ഒരു 8 മിനിറ്റ് ഖുത്ബയും ഒരു 10 മിനിറ്റ് നിസ്കാരം 18 മിനിറ്റ് കഴിഞ്ഞിട്ട് മനസ്സിലായ പോരെ? കഴിഞ്ഞിട്ട് പ്രസംഗിച്ചാൽ പോരെ? എന്നാൽ മനസ്സിലാവൂലേ? നേരെ മറിച്ച് ഈ അള്ളാഹുവിന്റെ റസൂൽ പഠിച്ച ഇബാദത്ത് മാറ്റണോ? അതിൽ കേവലം പ്രസംഗ ഖുത്ബ, കേവലം പ്രസംഗമാണെങ്കിൽ ഒതുവാണോ? പ്രസംഗിക്കുന്നവർക്കുള്ള ഒതുണ്ടായിരുന്നോ? സുബ്ഹാനല്ലാഹ്, ഇപ്പൊ രാഷ്ട്രീയക്കാർക്കെല്ലാം പ്രസംഗിക്കുന്നത് ഒതുണ്ടായിട്ടാ. പ്രസംഗിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ പ്രസംഗിക്കുന്നില്ലേ? പെണ്ണുങ്ങൾ ഖുത്ബ ഓതിയാൻ പറ്റുമോ? പ്രസംഗം രാത്രി പ്രസംഗിക്കുന്നില്ലേ? ഖുത്ബ രാത്രി പറ്റുമോ? അത് ളുഹറിന്റെ സമയത്തായിരിക്കണ്ടേ? അതിന് 40 ആളുകൾ കേൾക്കാൻ വേണ്ടേ? ഓതുന്നങ്ങളും തുണി അല്പം കീറിയിട്ടുണ്ട്, ഖുത്ബ പറ്റുമോ? അതിനവറത്ത് മറക്കണ്ടേ? അങ്ങനെ എത്ര നിബന്ധന! കേവലൊരു പ്രസംഗ ഖുത്ബ, കേവലൊരു പ്രസംഗമാണെങ്കിൽ ഒറ്റ പ്രസംഗം നടത്തിയിട്ട് അവിടെ ഇരുന്നാ പോരെ. പിന്നെ അവിടെ രണ്ടെന്തിനാ ഒറ്റൊന്നു വരെ. അപ്പോ അതല്ലേ ചെങ്ങന്നൂർ മൗലവി മുജാഹിദ്, ആദ്യം മുജാഹിദ്, പിന്നെ ചെങ്ങന്നൂരിന്റെ നാട്ടിന്റെ പേരാട്ടോ. ചെങ്ങന്നൂരിലെ കുട്ടികൾ എന്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. നാട്ടിന്റെ പേരാ, നാട്ടിന് കുഴപ്പമൊന്നുമില്ല, കുഴപ്പയാക്കേ ഉള്ളൂ. അപ്പോ ചെങ്ങന്നൂർ മൗലവി ഒരിക്കലും എന്ത് ചെയ്തു? ഒരു ഖുത്ബ മലയാളത്തിൽ ഒരൊറ്റ പ്രസംഗം നടത്തിയിട്ട് ഇറങ്ങി മിഹ്റാബിലേക്ക് പോയി. മൗലവിമാരും അത് ഒന്നും കൂടി അർത്ഥണം. മൗലവി ആയത്തിന് ആന്തിനാന്ന് ചോദിച്ചു. അത് മുഹമ്മദ് നബി 2 ഖുത്ബ ഓതിയിട്ടുണ്ട്. മുഹമ്മദ് നബി അറബിയിലല്ലോ, നമ്മൾ മലയാളത്തിലോ ചോദിച്ചു മൗലവിമാര്. അപ്പൊ ഇയാൾ പറഞ്ഞു, മൗലവിമാര് അവിടെ അദ്ദേഹം ചോദിച്ചു, നമ്മൾ മലയാളത്തിൽ ഓതിയത്, മുഹമ്മദ് നബി അറബിയിൽ ഓതി, നമ്മൾ വണ്ടിന്റെ പറഞ്ഞില്ലേ മുഹമ്മദ് നബി ഇതുപോലെ അവിടെ ഒന്നില്ല, അവിടെ മലയാളാക്കി. അപ്പൊ മൗലവിമാര് പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റൂല, മുഹമ്മദ് നബി ഇടക്കൊന്നും ഇരുന്നിട്ടുണ്ടോ, നിങ്ങൾ ഇരിക്കണമെന്ന്. ഇയാൾ പറഞ്ഞു, മുഹമ്മദ് നബിക്ക് 53 വയസ്സായിട്ടാ മദീനത്തേക്ക് വന്നേന്നെ, പ്രായമായതിന്റെ ശേഷ. ഞാൻ ചെറുപ്പക്കാരനാ, ഞാൻ എന്തിനായിരിക്കുന്നു? മുഹമ്മദ് നബി ക്ഷീണമായിട്ട് ഇരുന്നിട്ടുണ്ടാവും, ഞാൻ എന്തിനായിരിക്കുന്നു എന്ന് ചോദിച്ചു ഇയാള്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയാ മതം കണ്ടുകൊണ്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, ഖുത്ബ ഒരു കേവലം പ്രസംഗമല്ല, അതൊരു ഇബാദത്താണ്. ആ ഇബാദത്ത് മുറക്ക് നിർവഹിക്കണം. അല്ലാഹുവിന്റെ റസൂൽ നിർവഹിച്ചതുപോലെ നിർവഹിക്കണം. അത് പറഞ്ഞ് തബ്ലീഗ് ജമാഅത്തുകാരോട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇന്നും ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ ജുമാ
തലശ്ശേരിയിൽ തബ്ലീഗ് ജമാഅത്ത് ബാത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾ ഖുർആൻ തുറക്കണ്ട, ഹദീസ് തുറക്കണ്ട, നിങ്ങൾ പോയാൽ കാണുന്ന കാര്യമാണ്. സുഹൃത്തുക്കളെ, ജമാഅത്ത് ഇസ്ലാമി കയറി പള്ളി കമ്മിറ്റി കയറിക്കൂടി. ചേരമാമ്പള്ളിയിലും ഖുതുബ മലയാളത്തിലാക്കാൻ തീരുമാനിച്ചു. മലയാളത്തിൽ കുറച്ച് ദിവസം ഓതി. ഞാൻ അവിടെ പോയി ഒരു പ്രസംഗം നടത്തി. ഖുതുബ അറബിയിലാകണം. പ്രസംഗം സാധു ജനങ്ങളെല്ലാവരും വന്ന് കേട്ട് അടുത്ത ജനറൽ ബോഡിയിൽ ഖുതുബ അറബിയിൽ തന്നെ തീരുമാനം വന്നു. ഇപ്പോൾ സഹോദരന്മാരെ അറബിയിൽ തന്നെ ഓതുന്നു. അങ്ങനെയാ സഹാബത്ത് മുമ്പ് അവിടെ പഠിപ്പിച്ചത്. ജമാഅത്ത് ഇസ്ലാമി ഒന്ന് നശിപ്പിച്ചതാണ് ദീന്. ഓ സുഹൃത്തുക്കളെ, ആദർശം വിട്ടുകൂടാ. നമ്മളെ ആദർശം സുന്നത്തി ജമാഅത്തിന്റെ ആദർശം, അത് മുൻഗാമികൾ നടന്നു വന്ന ആദർശമാണ്. ആ മുൻഗാമികൾ നടന്നു വന്ന ആദർശം മുറുകെ പിടിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാകണം. ഹബീബായ നബി തങ്ങൾ പറയുന്നു, വഇന്നഹു മൻ ഖറജ മിനൽ ജമാഅത്തി, മുസ്ലിം കൂട്ടായ്മയിൽ നിന്ന് വല്ലവനും പുറത്തുപോയി പുത്തൻവാദിയായാൽ ഖൈദ ശിബിരിൻ, അത് കൂടുതൽ വേണമെന്നില്ല, ഒരു ചാണ് പുറത്തുപോയാൽ. ഞാൻ നിങ്ങളോടൊരു സങ്കടം പറയട്ടെ. അതേ സുന്നത്ത് ജമാഅത്തിന്റെ ആളാണ് ഞങ്ങളെന്ന് പറയുന്ന സമസ്തയുടെ സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കുന്ന ഒരു ഖുർആൻ പ്രഭാഷണക്കാരനായ ഒരാള്, സുഹൃത്തുക്കളെ, വടക്കേ ഇന്ത്യയിൽ നിന്ന് ബിരുദമെടുത്ത ഒരാള്, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, അലി ഇബ്നു അബീ താലിബിനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ബഹുമാനം, ഉമർ ഇബ്നു ഖത്താബിനേക്കാൾ ബഹുമാനം അലി ഇബ്നു അബീ താലിബിനാണെന്ന് പറയുന്നു. ഞാനത് കേട്ടപ്പോൾ ഞാനതിനെ ചോദ്യം ചെയ്തില്ല. ഞാൻ വിചാരിച്ച് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് എന്നായിരിക്കാം ആ പറഞ്ഞതിന്റെ മാന, നബി കുടുംബത്തിലാണെന്നായിരിക്കാം എന്ന് മനസ്സിലാക്കി ഞാനത് വിമർശിക്കാൻ പോയില്ല. പക്ഷെ ഈ അടുത്ത് അതാ ഞാൻ കേൾക്കുകയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ ആ പ്രഭാഷണം ഷിയാ വിശ്വാസമാണെന്ന് വിമർശനമുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ്, അത് ഷിയാ വിശ്വാസമൊന്നുമല്ല, ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ബഹുമാനം അലി ഇബ്നു അബീ താലിബിനാണ്. ചോദിക്കട്ടെ, അത് ഏത് സുന്നത്ത് ജമാഅത്താണ്, ഏത് സമസ്തയാണ്? അല്ല കേട്ടോ, അലി ഇബ്നു അബീ താലിബ് തങ്ങൾ വലിയ ബഹുമാനമുള്ള മഹാനാണ്, അതിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഏറ്റവും ബഹുമാനമുള്ള ആള് ഞാനല്ല. ഏറ്റവും ബഹുമാനമുള്ള ആള് ആരാണ്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് ഇബ്നു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖുൽതു ലി അബീ, ഞാൻ എന്റെ ബാപ്പ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ അയ്യുന്നാസി ഖൈർ ബഅദ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബഹുമാനമുള്ള ആള് ആരാണ്? നബിതങ്ങൾക്ക് ശേഷം ഏറ്റവും ബഹുമാനമുള്ള ആള് ആരാണ്? ഖാല, എന്റെ ബാപ്പ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ പറയുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഖുൽതു സുമ്മ മൻ, പിന്നെ ഞാൻ ചോദിച്ചു ബാപ്പാനോട്. മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ബാപ്പാനോട് വീണ്ടും ചോദിച്ചു, സുമ്മ മൻ, പിന്നെ ആരാണ്? ഖാല ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഞാൻ പിന്നെ ഇനി ഞാൻ ചോദിച്ചാലും ഉസ്മാനാണ് എന്ന് മറുപടി പറയുമെന്ന് എനിക്ക് പേടിയായി. അതുകൊണ്ട് ഞാൻ ബാപ്പാനോട് അങ്ങോട്ട് ചോദിച്ചു, ഖശീതു അൻ യഖൂല ഉസ്മാൻ, അടുത്ത ചോദ്യത്തിന് ഉസ്മാനെ എന്ന് മറുപടി പറയുമെന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അതേ സുമ്മ അന്ത, പിന്നെ നിങ്ങളല്ലേ? ഞാൻ ബാപ്പാനോട് ചോദിച്ചു, പിന്നെ നിങ്ങളല്ലേ? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മാ അന ഇല്ലാ റജുലുൻ മിനൽ മുസ്ലിമീൻ, അത് താഴ്മയുടെ വാക്കാണ് കേട്ടോ. ഞാൻ മുസ്ലിമീങ്ങളിൽ ഒരു ആൺകുട്ടിയാളും എന്റെയും മുന്നേ വേറെ ആളുണ്ടെന്നർത്ഥം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ കോളേജുകളിലും
അതേ പഠിപ്പിക്കുന്നില്ലേ ശറഹുൽ അഖായിദ്? ആ ശറഹുൽ അഖായിദ് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന കിതാബല്ലേ? അതിലെന്താ പറഞ്ഞത്? വഅഫ്ളലുൽ ബശരി ബഅദ നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് സുമ്മൽ ഫാറൂഖ് ثم عثمان ذو النورين ثم علي المرتضى رضي الله عنهم. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന ശറഹുൽ അഖായിദിൽ പറയാണ്, ഏറ്റവും ബഹുമാനമുള്ള ആള് അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം അബൂബക്കർ, പിന്നെ ഉമർ, ഉസ്മാൻ, അലി. ഇതല്ലേ സുന്നത്ത് ജമാഅത്ത്? അതിനെതിരെ ഖുർആൻ പ്രഭാഷണക്കാരൻ എന്ന് പറഞ്ഞൊരു പ്രഭാഷണക്കാരൻ ഇറങ്ങിയിട്ട് മഹാനായ കാന്തപുരം ഉസ്താദിനെ വളരെ നിസ്സാരപ്പെടുത്തി ഗീബത്ത് പറഞ്ഞ് പ്രസംഗിച്ചൊരു മൗലവിയാണ്. പിന്നീട് അദ്ദേഹം തൗബ ചെയ്യുന്നു കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിനേക്കാൾ വലിയ അപകടത്തിലല്ലേ പോയി ചാടിയത്? അദ്ദേഹം സുന്നത്ത് ജമാഅത്തിനെതിരെ